ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നോമ്പ് തുറയാണേ. ഇത് അടുപ്പിച്ച് കുറേ ദിവസമായി നോമ്പ് തുറ ഇടാൻ വേണ്ടിയിട്ട്. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ നോമ്പല്ലേ, നാളത്തെ നോമ്പ് തുറയാണ്. പിന്നെ ഇന്നത്തെ നോമ്പ് തുറ ഭയങ്കര വിറ്റകരം. 6:30 ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ല. എല്ലാം നോമ്പിനും പോലെ തന്നെ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഈ നോമ്പ് തുറ വീഡിയോ ഒക്കെ ബോറായി തോന്നുന്നുണ്ടെങ്കിൽ, ബോറടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കും. എല്ലാത്തവരെ നോമ്പായതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കണ്ടൻ്റൊക്കെ പിടിക്കാം. ഇപ്പോഴും കഥ ലൈറ്റും ഇതൊക്കെ ഇട്ടിക്കണേ, പക്ഷേ കണക്ഷനൊക്കെ കൊടുക്കണുള്ളൂ. ഇതൊന്നും ആവൂല, ഇതൊന്നും കഴിയൂലത്. മിസ്റ്റർ മാരിയപ്പൻ നോമ്പ് പറ്റിക്കണേ. നോമ്പ് പറ്റിട്ട് ഒക്കെ തിന്നാൻ വന്നാ മോലേര്. ഓ ഏതാ അത് തിരിച്ചു. ഞാൻ പോവാണേ. ചങ്ങ തിന്നാനായിട്ട് വന്നിക്കാണ്. ബാങ്ക് കൊടുക്കാൻ ഇവിടെ ഒന്നും ആയിട്ടില്ലേ. എല്ലാം പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ബാങ്ക് കൊടുക്കാൻ ടൈമായി. റെഡി ലൈറ്റ് ഒന്നും റെഡി ആയില്ല. ഇല്ല, ഒരു 10 കട്ട ഞാൻ അടുത്ത പോകുമ്പോ ആയിട്ട് സെറ്റപ്പ് ആക്കാം. ഇപ്രാവശ്യം ഇത് കൊളായിക്കണു. ഓരോരുത്തർ തിന്നാൻ നേരത്ത് വരും. ഇത് ആർക്കാ വെക്കണ്ടത്? നമ്മൾ തന്നെ വെക്കണത്. ഇതെന്താ പോത്തിനിറക്കാനത് കത്തി? ഇതെന്താ പത്തൊക്കെ മുറിച്ച ആൾക്കാ മുറിച്ചൂടെ? ഇതെന്താ പോത്ത്? ബത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ പറമ്പുണ്ട്, ബത്തക്ക പറമ്പാണ്. ബത്തക്കൻ്റെ പാടാണിത്. സംഭവം നമ്മളൊരു പാടത്ത് വെച്ച് പരിപാടി നടത്താൻ വിചാരിച്ചേ. ഒരിക്കലും ഞാൻ ഇത് നമ്മളെ പ്ലാൻ അങ്ങനത്തെ തന്നെയാണ്. ഒന്നും നടക്കില്ല, പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ റെൻറ്റിനെല്ലാം എടുത്തുക്കണേ കേട്ടോ. ലൈറ്റും ഒക്കെ റെൻറ്റിന് എടുത്തുക്കണേ. ഇങ്ങോട്ട് ഈ ലൈറ്റൊന്നും എനിക്ക് കത്തുമെന്ന് തന്നെ അറിയില്ല. ബാങ്ക് കൊടുക്കാൻ നേരായി. ഇത് നമ്മുടെ ബത്തക്കപ്പാടാണ്. ഇവിടെ നമുക്കൊന്ന് എടുത്താൽ പൗത്തിട്ട് അതുകൊണ്ടാണ്. ഇറച്ചി മുറിച്ചണ പോലാണ് ബത്തക്ക മുറിച്ചണത്. മയാശ മുന്തിരി മയാശ അവിടെ പൊട്ട ആര് വിളിച്ചത്? അല്ല ഇവിടെ പൊക്കോടൊന്നുമില്ല. വാങ്ങൊടുത്തു ആരിപ്പോ വാങ്ങൊടുത്ത് ലൈറ്റ് മതി. ഉള്ള ലൈറ്റില്ല. ഓ കുഞ്ഞാണ്ടി സെറ്റപ്പ് ആക്കിട്ടോ. അതിലൊന്ന് ഷോക്ക് അടിച്ചോ? എന്ത് നോമ്പിനെ പറ്റി എന്താ പറയാ? നോമ്പറ വളരെ നല്ലൊരു ഇതാണ്. ഇത് നല്ലൊരു ഇതാണ്, വേറെ ഇല്ല. പ്രാവശ്യം നോമ്പത്തറ നമ്മളെന്നെ കൊണ്ടുപോയി. ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോ അങ്ങനെ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ അതാ അത്രേ ഉള്ളൂ. നമ്മള് പ്ലാനിങ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയ സംഗതിയാണ്. നോമ്പ് ഒന്നിനും അടിക്കണല്ലോ. നോമ്പ് ഒന്നിനും അടിക്കും, പ്ലാനിങ് ഇല്ലാതെ അടിക്കാണ്. കൊതുകൂടി ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു. അതെ പെട്ടെന്നുണ്ടായിരുന്നു. നോമ്പ് ഒന്നിനും അടിക്കണ്. പ്രവാസം ഞാൻ എല്ലാരും പ്ലാൻ കത്തി എപ്പോഴും നീച്ചിട്ടില്ല. പൊക്കോടടിച്ചേ ഫ്ലാഷിലെ മുന്നേ നടക്കാം. നമ്മൾ പള്ളി പോവുകയാണ്. അഡ്വഞ്ചർ എവിടെ വച്ചോടെ അമ്മ? ഇവിടെ ഇതുണ്ട് കേട്ടോ. ഇത് വൈബായില്ലേ സംഭവം? ഓ അതെന്റെ അവിടെ മാത്രം ഇങ്ങനെ കത്തിന് സംഭവം. നാക്കുണ്ട് പാടത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. പിന്നെ കുറെ നായ്ക്കളുണ്ട് അവിടെയും വീട് ചാടിക്കൂടി. ഓ ഇതെന്താ ചൈന മതിലാണല്ലോ. അപ്പം അത് മതിലാടാൻ അറിയില്ല. അതൊക്കെ ഫവാസൊക്കെ എത്ര മതിലാടിയത പേരിൻ്റെ ചാട്ടം കണ്ടാൽ തന്നെ അറിയാം. പോയേക്കാം. അവിടെ എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടാവും. കയറി പൊളിച്ച് തിന്നുണ്ടാവും എല്ലാരും കൂടി. എവിടെ വലിയ നായി നാടൻ നായി.
ഏഴര കഴിഞ്ഞിട്ടാ ഇപ്പോഴും ലൈറ്റ് റെഡി ചെയ്യാ. 20 നേരത്തെ വരണ്ട ഒറ്റൊന്നും വന്നിട്ടില്ല. അത് ശരിയാ, അത് ശരിയാ. നമ്മൾ പണിയെടുക്കാൻ നിൽക്കില്ല. ഓരോരുത്തർ 3 മണിക്കൊന്നാണ് ഇവിടെ ഇങ്ങനെ വക്കോട്ടി പോലെ ഇരിക്കേനു. അതാണ് ഓരോരുത്തര് ടെസ്റ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞ് റെഡി. അതിന്റെ ഒപ്പം കത്തുട്ടാ, ലൈറ്റിന്റെ ഒപ്പം കത്തു തല. ഓ റെഡി 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 റെഡി. അയ്യോ അയ്യോ എല്ലാം നീ പിരിച്ച ഇനി അടുത്തത് മന്തി. സ്നാപ്പ് ഇടട്ടെ. എന്താ റെഡി ആയിട്ടോ. ലൈറ്റ് പിന്നെയും പോയി. ഇതിപ്പോ ഏറ്റവും നല്ല നോമ്പ് തുറപ്പ് നമ്മളതാണ്. ഇത് കണ്ട വലിയ പീസ് നോക്കിയിരുന്നു, വലിയ പീസ് നോക്കിയിരുന്നു. എല്ലാം റെഡിയായി. ചോറുന്നല്ലേ ആരാതെ കാണുന്നില്ല. അതാണ് എല്ലാരും ഇവിടെ പണിയിലാണ്. ആ ചെക്ക മാത്രം അവിടെ കുട്ടീനായിട്ട് വർത്താൻ പറയാ, കുട്ടീനായിട്ട് വർത്താൻ പറയാ. എന്താ പറയാ ഭാവം മട്ടം മാറുന്ന കണ്ടില്ലേ? അതെ എടുക്കണതോളെ തിന്നിട്ട് നീങ്ങണില്ല. അത് ടമ്പറാ, അതിന് മാത്രം തിന്ന് അതൊക്കെ ഓരോരുത്തരൊക്കെ ചെരിഞ്ഞു. ആന ചെരിഞ്ഞു പറഞ്ഞ പോലെ തന്നെ. ഇതിപ്പോ ഇത് വിറ്റതല്ല, ഇതിപ്പോ ഓണാക്കിട്ടുള്ളൂ. ചോറയച്ചാ ഓണാക്കി, ചോറയച്ചിട്ട് ഇപ്പൊ തന്നെ അയച്ചാണല്ലോ. ഇത് മുതലാവണ്ടേ, റെന്റ് കൊടുത്ത് മുതലാവണ്ടേ. ശരിക്കും പറഞ്ഞാൽ ആ നോമ്പറക്കാൻ ടൈമിൽ ഇത് ഓണാവണം. അപ്പൊ ഒന്നും റെഡിയില്ല. അതിന് നമ്മൾ ഏത് പരിപാടി വെച്ചാൽ ഇങ്ങനെ തന്നെ പോവാ. ഇങ്ങോട്ട് ഇവിടെ നീച്ചാനും വെച്ച തിന്നുകാട് സ്റ്റക്കായി കൊടുക്കും. കൊല്ലാടിയതാ കിടന്ന് തിന്നു. അയ്യോ നടക്കാൻ കഴിഞ്ഞു. എന്തൊക്കെ പ്രസവിക്കും ഇതൊക്കെ. സത്യം പറയാ, അതിന് മാത്രം തിന്നുകണ് കുഞ്ഞാണി. നമ്മള് വെച്ചത് കാണേണ്ടത് ഇഷ കൊടുത്തപ്പോഴാണ് ലൈറ്റ് ഒക്കെ റെഡി ആയത്. അപ്പൊ പഠിച്ചു പഠിച്ചു തരാം. അപ്പൊ അടുത്ത റമദാൻ നമുക്ക് വെറൈറ്റി പിടിച്ചാ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ ആരാ എന്താ മരത്ത് എന്താ ഇതിമ ഉണ്ടായതാ ജി മരത്ത് കെട്ടി പിടിച്ചിരിക്കേ. ഇവിടെ പരിസരത്ത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തേണ്ട ഇതാണ്. ഞാനാ ഗൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കി, ലൈറ്റ് ഓഫാക്കിയതല്ല, 2 ഡാക്കൾ നടന്നു പോയി കണ്ണു കാണാതെ. എന്നിട്ട് പോണ വഴിക്കിൽ ഇതിന് കണക്ഷൻ കൊടുത്തിക്കണ അയിമ്മനാണ് ചവിട്ടി. അപ്പോൾ കണക്ഷൻ കൊടുത്ത ആ പ്ലഗ് ഇതിമെന്ന് അവർ പെരയില കൊടുത്തിട്ടുണ്ട്, അത് ഊരി പോകുന്നു. അപ്പോൾ വെളിച്ചുമില്ല, ഒന്നുമില്ല, പിക്ക് കൊടുത്തില്ല, ഒന്നുമില്ല. വെറുതെ ചെക്ക് ചെയ്യാ. പണ്ട് എന്താ പറയുക, നമ്മൾ കോവിഡ് കാലത്ത് ചാനലൊക്കെ ഉണ്ടായി കേട്ടോ. അതിൻ്റെ വീഡിയോ എന്താ പറയുക, എങ്ങനെ പ്ലാവില ബജ്ജി ഉണ്ടാക്കാം. പ്ലാവിലായിട്ട് ബജ്ജി ഉണ്ടാക്കി. അല്ലോ അത് വളർച്ച തിന്നാൻ എല്ലാവരും ഇല തിന്നു, റീച്ചും കയറിയിരുന്നു. എത്ര ബില്യണേ ഇല്ലേ? ഇല്ല, അന്ന് എല്ലാവർക്കും ചാനൽ ഉണ്ടായിരുന്നു. അന്ന് ഞാനും ചാനൽ പ്രവാസൊക്കെ ടോപ്പേനു. ടിക്ടോക്കിലല്ലേ? ടിക്ടോക്കിൽ താരേനു. എത്ര ഉണ്ട് ഫോളോവേഴ്സ്? ഈ ക്ലൈം റേസിംഗ് പോലെ.
എന്താ ഇത് കുറച്ചേ പോകത്തില്ല എൻ്റെ ഫ്ലാഷ് ഓഫ് ആവാ ഗായ്സ് പണി പാളിയും മായി വീണ്ട് ആകെ മൂഞ്ചി പോയി ഗായ്സ് ഇടി വെട്ടുന്നു എന്താണിത് അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവം മാറുന്നത് കാണുന്നില്ലേ കണ്ടില്ലേ എന്താ മരത്തിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മരത്തിനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പെരി പോയ സുഹൃത്തുക്കളെ മഴ പെയ്യുന്നുണ്ട് ആദിവാസികളെ പോലെ പെരി പോട്ടെ അത് ഓഫായി ഇപ്പൊ ഫോൺ ഓഫ് ആവും ഓക്കെ ബൈ പീസ് കാണണ്ടെന്നറിയില്ല പീസ് മഴ പെയ്തു കൊണ്ടേച്ചാ ബൈ ബൈ ഇത് പരിപാടി കറക്റ്റ് കഴിഞ്ഞത് പരിപാടിയാണ് കഴിഞ്ഞപ്പോ മയം പെയ്തു കഴിയാൻ കാത്തിക്കാൻ ഹാപ്പി എൻഡിങ് പണ്ടാരോ ഈ പെരി എങ്ങനെ എത്തല് കൊള്ളേ പെരി തന്നെ കൊള്ളിയൊക്കെ എന്തൊരു തടി ഇത് ടീവിതാ പഞ്ചസാര പോയിക്കണേ മറ്റേ പത്തക്ക വെള്ളത്തിന് കളിക്കാൻ വെച്ച പഞ്ചസാര ഉണ്ടേ അതിന് ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോകണം ഇത്രേ ഉള്ളൂ പിന്നെ അതാണ് വലിയത് ക്യാമ്പ് വലിയ പൊതിച്ച് കടയിൽ വെള്ളം കുടിച്ച് ഒരു വലിയൊരു ഇടിയാണ് വെട്ടിയതാ ഞാൻ വിരക്ക് വന്നാണ് വലിയൊരു ഇടി ഞാൻ പോട്ട് ആണുങ്ങളെ കൊണ്ടാക്കാനൊന്നും ആവൂല അത് മൂലക്കിലാണ് നിൽക്കുന്നത് ശരിക്കും മേടിച്ചടാ എവിടെ ഇങ്ങനെ വേറെ ഇങ്ങനെ വന്നു എനിക്ക് വരി വേണം എനിക്ക് അമ്മച്ചിനെ കാണണം കൊണ്ടാൽ അങ്ങനൊന്നും ആവൂലട്ടാ പോട്ടെ കൊണ്ടാലും വേണ്ടില്ല നമ്മ പോവാ ഇടുള്ള ഫോൺ എടുത്തിട്ടുണ്ടല്ലോ വല്ലാത്തൊരു ഓമതറായി പോയി എങ്ങനെയൊക്കെ ഇവിടെ എത്തി വലിയൊരു ഇടി മരിച്ചു അമ്മാതി വേറെ കന്നിട്ട് എങ്ങനെ വന്നാലേ കത്തിച്ച് വന്നാലേ മായ വന്നിട്ട് കണ്ണും കാണില്ല എങ്ങനെയൊക്കെ വന്നാലേ അതാ ഇത് നമ്മൾ നടത്തുന്ന ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെ കയറാം എന്ത് പരിപാടി വെച്ചാലും കൊള്ളാം ഇനി പെരുക്കെത്തണം